സ്മാർട്ട് സിറ്റീസ് മിഷൻ നഗരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. പക്ഷേ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടുന്നത്? സ്മാർട്ട് സിറ്റി മിഷൻ വിജയത്തിന് പിന്നിൽ ആർ? 2015 നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച ഇപ്പോഴും തുടരുന്ന സ്മാർട്ട് സിറ്റീസ് മിഷൻ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഗരവികസന പദ്ധതികളിലൊന്നാണ്. സ്മാർട്ട് സിറ്റീസ് മിഷൻ നഗരങ്ങളെ രൂപാന്തരപ്പെടുത്തി. പക്ഷേ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടുന്നത്? സ്മാർട്ട് സിറ്റീസ് മിഷൻ വിജയത്തിന് പിന്നിൽ ആർ? 100 നഗരങ്ങൾ, സാങ്കേതികത്വം, ജനസൗഹൃദം, സ്ഥിരത. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ: വെള്ളം, വൈദ്യുതി, മാലിന്യ നിയന്ത്രണം, ഗതാഗതം, ഡിജിറ്റൽ ഗവർണൻസ്, അടിസ്ഥാന സൗകര്യങ്ങൾ, സ്മാർട്ട് സൊല്യൂഷനുകൾ, ഏരിയ വികസനം. 100 കോടി രൂപ വീതം 5 വർഷം, 100 സിറ്റികൾക്ക്. ജനപങ്കാളിത്തം. കേരളത്തിലെ പദ്ധതി പുരോഗതി. കേരളത്തിലെ കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങൾ സ്മാർട്ട് സിറ്റീസ് മിഷനിലൂടെ ഗണ്യമായ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം 12 സ്മാർട്ട് റോഡുകൾ 2025 മെയ് 16 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കൊച്ചി 30ഓളം പ്രൊജക്ടുകൾ നിർവഹണഘട്ടത്തിലാണ്. സ്മാർട്ട് സിറ്റി മിഷന് കീഴിൽ കൊച്ചി ശ്രദ്ധേയമായ നിരവധി പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും നടപ്പാക്കലിന്റെ അവസാന ഘട്ടത്തിലുള്ളവ ഉൾപ്പെടെ പൂർത്തിയാക്കിയ പദ്ധതികളുടെ ആകെ എണ്ണം കൃത്യമായി നിർണ്ണയിക്കാൻ പ്രയാസമാണ്. മിഷന്റെ നിലവിലുള്ള വിപുലീകരണങ്ങൾ സൂചിപ്പിക്കുന്നത് നിരവധി പദ്ധതികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നാണ്. എന്നാൽ ഈ വിജയങ്ങളെ കേരള ഭരണാധികാരികൾ തങ്ങളുടെ സ്വന്തം പദ്ധതിയെന്ന പോലെ പരസ്യം ചെയ്യുന്നു. Public should know the truth. പ്ലാനിങ്ങും ഫണ്ടിങ്ങും ഉറപ്പാക്കിയത് കേന്ദ്ര സർക്കാരാണ്. അവർക്ക് ക്രെഡിറ്റ് കിട്ടണമല്ലോ.